ഏയ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് 2016 തൊട്ടിട്ട് ക്യാമ്പസ് ചെയ്യുന്നല്ലേ ആനന്ദം. ആ പ്രായത്തിലും ഓക്കെ ഓക്കെ. നമ്മുടെ ഇത് ഓഡിഷൻ അല്ലേ, എന്നെ കാസ്റ്റിംഗ് ചെയ്തത് വിശ ആണോ? അത് ലാലേട്ടന്റെ മകനാണെന്ന് ആ പുള്ളി ഇതൊരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ പേടിക്കട്ടെ. ഇപ്പൊ എന്റെ അടുത്ത് ധ്യാൻചേട്ടൻ ഇന്റർവ്യൂല് പറഞ്ഞു വണ്ണം കുറച്ചത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, വിനീതേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ അടുത്തൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു? ഞങ്ങൾക്ക് വണ്ണം കുറയ്ക്കേണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഒരാളുണ്ടായിരുന്നു വശത്തെ, കൊല്ലത്തായിരുന്നു പുള്ളി ജീവിച്ചിരുന്നത്. പുള്ളി ഒരു പക്ഷേ ഇതിന്റെ എക്സ്ട്രീം ആയിരുന്നു, അത്ര എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം എൻ്റെ വീലിൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ കേരളം അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം വീലിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ട്രാൻസ്പേഴ്സൺസിൻ്റെ ലൈഫിലൊരു മാറ്റം ഉണ്ടാക്കാൻ ഞാൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ഏഷ്യനെറ്റ് കാരണമായി. കാരണം സാറ് ഉമ്മേനെ വിളിച്ചു, കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് തന്നു. മോഹൻലാൽ സാറാണ് എൻ്റെ ഉമ്മനെ കോൾ ചെയ്യുന്നത്. ഒരു സംശയം ഉണ്ടായിരുന്നല്ലേ? 9th കല്യാണം 7th വരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണത്തിന് ലാസ്റ്റ് ജസ്റ്റ് ഇൻ ടൈം ഷൂട്ട് തീർത്ത് ഫ്ലൈറ്റ് ഓടിച്ച് നേരെ പോയി കല്യാണം കഴിച്ചു. This is his last film as a bachelor. Yes. മനുഷ്യന്മാർ തിന്നുന്നതാ. റോ മീറ്റ് കയറി കഴിച്ചു അറിയോ? എന്തിന്റെ മീറ്റ് കഴിച്ചത്? ഇത് ബീഫിന്റെ റോ മീറ്റ് കഴിച്ചു. മനുഷ്യന്റെ മറ്റേ ഫ്ലഷ് ആയിട്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575. ഹലോ എവരിബഡി, വെൽക്കം ടു ജാങ്കോ സ്പേസ്. അപ്പം ഇന്ന് ജാങ്കോ സ്പേസിൽ എൻ്റെ കൂടെ കുറച്ചധികം ഗസ്റ്റുകളുണ്ട്. സോ LLB എന്ന് പറയുന്ന ഫിലിമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇവരെല്ലാവരും എന്നെ ജോയിൻ ചെയ്തത്. സോ ഞാൻ അവിടെ നിന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങറ്റത്തിരിക്കുന്നത് സിനിമയുടെ ഡയറക്ടർ AM സിദ്ദിഖ് സാറാണ്. അപ്പം അദ്ദേഹം ശരിക്കും ഒരു ACP അല്ലേ സാർ? ബാക്കി കറക്റ്റ്. അപ്പോൾ അതാണ്. പിന്നെ നമ്മുടെ സ്വന്തം വിശാഖുണ്ട്, അശ്വന്ത് ഉണ്ട്, നാദരയുണ്ട്. എല്ലാവർക്കും വെൽക്കം. സോ ഈ വർഷത്തെ അവരുടെ ആദ്യത്തെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞു. അപ്പം നല്ല ഇൻ്റർവ്യൂ ആയിരിക്കണേ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും കുറേ ഇൻ്റർവ്യൂസ്, കുറേ ഒരു മാരത്തോൺ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്നാണ് ഈ LLBയുടെ അർത്ഥം. ശരിക്കും ലെജിസ്ലേറ്റീവ് ഓഫ് ലീഗൽ എന്താണ് പറ LLBയുടെ ശരിക്കും ഇത് ബാച്ചിലർ ഓഫ് ലെജിസ്ലേറ്റീവ് ലോ, അതാണ് LLBയുടെ ശരിക്കുള്ളത്. പക്ഷെ ഇവിടെ ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലർ എന്നാണ്. അപ്പോൾ ഞാൻ ഡയറക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സാർ ഈ ടൈറ്റിൽ പറയുന്നത്? ടൈറ്റില് നമ്മൾ LLB എന്ന് പറയുന്നത് ശരിക്കും LLBക്ക് പഠിക്കാൻ വരുന്ന 3 പയ്യന്മാരുടെ ഒരു ജീവിത കഥയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതേസമയം അതിനപ്പുറത്ത് നമ്മളതിനൊരു അബ്രിവിയേഷൻ ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് കൊടുത്തത് തന്നെ ഈ LLBക്ക് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അബ്രിവിയേഷൻ ഉള്ളത്, ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ്. അപ്പം ഈ ഒരു ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് വിശാഖിന് തോന്നുന്നത്? ലൈക്ക് ഫസ്റ്റ് വെൻ യു ഹേർഡ് ദ ടാഗ് ഓഫ് ദ ഫിലിം ഫസ്റ്റ് ഇതിൽ ഡൗട്ട് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ ഇങ്ങനത്തെ ഒരു അബ്രിവിയേഷൻ കൊടുക്കുന്നത്. സാർ തന്നെയായിരുന്നു സാറിന് എക്സ്പ്ലനേഷൻ. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇറ്റ് മേഡ് സെൻസ്. അതായത് കൂടുതലും ഇവരുടെ ക്ലാസ്സിൽ പോകുന്നതും അവരുടെ മറ്റേ ലീഗൽ സ്റ്റഡീസ് ഒന്നും അല്ല ഇതിലത്തെ മെയിൻ സബ്ജക്ട്. കൂടുതൽ ഇവർ കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങളാണ് എൻ്റെ മെയിൻ ഒരു അതുകൊണ്ട് മേഡ് സെൻസ്. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഇതൊന്നും അറിയേണ്ട ഒരു കോമൺ പ്രേക്ഷക എന്നുള്ള രീതിയിലാണല്ലോ ഇത് കാണുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ട്രെയിലറും ഇതിൻ്റെ ഒരു ടൈറ്റിലും കണ്ടപ്പോൾ ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ്. ഓക്കെ, ഒരു ആൺകുട്ടി എൻ്റെ മൈൻഡിൽ വന്ന സംഭവമാണ്. അപ്പം ഒരു ആൺകുട്ടീനെ സംബന്ധിച്ച് 28 വയസ്സാകുമ്പോഴത്തേക്കും ജോലി വാങ്ങിക്കണം, സെറ്റിൽ ആവണം, അങ്ങനത്തെ കുറേ ഒരു പെണ്ണ് സെറ്റ് ആവണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഒരു ലൈഫ് ലൈനിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ആ ഒരു സമയം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. 28 മുമ്പ് സെറ്റായോ? പെണ്ണ് സെറ്റായി? ഇപ്പോഴേ സെറ്റായോ? അതൊക്കെ എപ്പോഴും സെറ്റ് ആവാം. അങ്ങനെ വിശാഖ് ലൈഫ് സെറ്റായി ഇരിക്കുകയാണ്. ഞങ്ങളെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു കല്യാണം. ആണോ? അതെ അതെ, ഈ ലൊക്കേഷനിലായിരുന്നു കല്യാണത്തിന് ലാസ്റ്റ് ഷൂട്ട് അല്ലേ, ജസ്റ്റ് ഇൻ ടൈം ഷൂട്ട് തീർത്ത് ഫ്ലൈറ്റ് ഓടിച്ച് നേരെ പോയി കല്യാണം കഴിച്ചു. This is his last film as a bachelor. Yes. അല്ലേ? അത് മാത്രമല്ല, ഇവർക്ക് പ്രായപൂർത്തിയായത് നമ്മളെ സിനിമയിലേക്ക് വന്നതിന് ശേഷം. പ്രായപൂർത്തി ആയത് നമ്മളെ സിനിമയിലേക്ക് വന്നതിന് ശേഷം. ഞാൻ കണ്ടിരിക്കുന്ന എല്ലാവരും ബിലോ 18 ആണ് വന്ന സമയത്ത്. അങ്ങനെ പറഞ്ഞാൽ പോരെ? മനസ്സിലായില്ല. ഏജ് ACP ലെവലിൽ ചിന്തിക്കണം. ആണല്ലേ സാർ? അതെനിക്ക് പറ്റില്ല സാർ. നമുക്ക് അപ്പം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അശ്വന്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലർ?
ഇത് എല്ലാ ബാച്ചിലേഴ്സിൻ്റെയും ഒരു ലൈഫ് ലൈനിലെ പല പല മൊമെന്റ്സുകൾ ക്യാപ്ചർ ചെയ്ത് പോകുന്ന ഒരു മൂവിയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള അത് ഫീൽ ചെയ്തിട്ടുള്ള എൻജോയ് ചെയ്തിട്ടുള്ള കുറേ മൊമെന്റ്സുകൾ നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിശാഖ പറഞ്ഞതുപോലെ ഈ LLB എന്ന് പറയുന്നത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ലോ ബേസ്ഡ് അങ്ങനെയൊക്കെയാണ് തോന്നുമെങ്കിലും അതിൻ്റെ അകത്തുള്ള വേറൊരു ലൈഫിൻ്റെ കഥയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അത് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സാർ അത് നരേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനുശേഷം അത് ഷൂട്ട് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ മാറ്റം സംഭവിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെയാണ് വർക്ക് ചെയ്തത്. അപ്പം ഇനി നാദ്രയിലേക്ക് വരാം. ഐ എം സോ പ്രൗഡ്. ഇവിടെ ഒരു ആക്ടറായിട്ട് നമ്മുടെ ഒപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ആക്ടിവിസ്റ്റാണ്, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, ഇപ്പോൾ വന്നിട്ടൊരു ആക്ടർ, അങ്ങനെ പല പല മോഡൽ, ഇങ്ങനെ പല പല മേഖലകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. അപ്പം എന്താണ് ഇതിനകത്തെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് പറയും. ഞാൻ ഇത് കാസ്റ്റിംഗ് കോൾ വഴി കണ്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് വന്നൊരു മൂവിയാണ്. ഓഡിഷൻ ചെയ്തപ്പോൾ കിട്ടി. സന്തോഷം. അടിപൊളി. അപ്പൊ പിന്നെ എനിക്കൊന്നും ഒരു നല്ലൊരു ക്യാരക്ടർ റോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കോളേജിലെ ചെയർമാനായിട്ടാണ്. അതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ എൻ്റെതാണ് ആദ്യം ഇറങ്ങുന്നത് അല്ലേ പോസ്റ്റർ മൂവിയുടെ. അപ്പം അതിൽ റോഷ്നി ജയരാജ് എന്നാണ് മൂവിയുടെ ക്യാരക്ടർ നെയിം. അപ്പം ഞാൻ ഇവരുടെയൊക്കെ ചെയർമാനാണ്. കോളേജിൽ ഇവരൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു കോളേജ് ലൈഫിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മളെ ക്യാമ്പസിൽ കാണുന്ന ഒരു വൈബൊക്കെ ഉള്ള ഒരു മൂവിയാണ്. കാരണം ഈ പറഞ്ഞ കണക്ക് തമാശകളും എൻജോയ്മെന്റും പിന്നെ കൂട്ടുകെട്ടും ഒക്കെ നല്ല രസമായിട്ട് നല്ലേ. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവളെ പറഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും മൊത്തത്തിൽ ഭയങ്കര ഫണ്ണായിട്ട് സെറ്റ് പോയരുതെന്ന് സാർ എനിക്ക് തോന്നുന്നത്. ആക്ച്വലി വിശാഖിൻ്റെ ഒരു ഇത് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് വിശാഖ് ഒരു കോളേജ് പയ്യനായിട്ട് വരുമ്പോഴത്തേക്കും. ഇപ്പം ആദ്യത്തെ ഫിലിം തന്നെ ആനന്ദനെ നോക്കുകയാണെങ്കിൽ അതിനകത്തെ കുപ്പി ഇപ്പോഴും എല്ലാവരും വിശാഖ് പറയുന്നത് കുപ്പി എന്നാണ് വിളിക്കുക. അപ്പോൾ എന്തെങ്കിലും പിന്നീട് ചങ്സ് ആയിക്കോട്ടെ അല്ലേ, ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തും അതേപോലെ ഒരു ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. നിങ്ങൾ പറഞ്ഞ കുപ്പി കണ്ടിട്ട് തന്നെയാണ് പുള്ളിനെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു മൂഡ് തന്നെയാണ് പുള്ളിക്ക് ഇതിലുള്ളത്. ത്രൂഔട്ട് ആ ഒരു മൂഡ് തന്നെയാണ്. കോളേജിനൊരു രസകരമായിട്ട് കൊണ്ടുപോകാൻ ശരിക്കും പുള്ളിയാണ് അത് കൊണ്ടുപോയതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ ആ പഴയ സംഗതി തന്നെ ഞങ്ങൾ ഇതിലും പിടിച്ചിരിക്കുന്നത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് അദ്ദേഹം നമുക്ക് തരുകയും ചെയ്തു. So what do you have to say about this? ശരിക്കും കോളേജ് ലൈഫിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ? അല്ല, ശരിക്കും എന്താ പഠിച്ചത്? എവിടെ പഠിച്ചത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NIT. NIT കാലിക്കറ്റ് പഠിച്ചതാണോ? ഭയങ്കര പഠിപ്പിയായിരുന്നു. പക്ഷെ എന്നാ ആ ഒരു എന്താ പറയാ ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കുപ്പിയുടെ അത്രയും ഒരു ഫുൾ ഓഫ് ലൈഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലല്ല. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ എന്താ പറയുക, ഒരു ആർട്സ് കോളേജ് അല്ലെങ്കിൽ ഒരു ലോ കോളേജിൽ പോകുമ്പോൾ ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. അവിടുത്തെ റാഗിങ് വേറെ തരമാണ്. അവിടുത്തെ ആക്ടിവിറ്റീസ് അവിടെ ഉറപ്പാൻ പുള്ളിക്ക് സ്പേസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു നല്ല സ്പേസ് ഉണ്ടാക്കി കൊടുത്തായിരിക്കും. അപ്പം കോളേജിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര പഠിപ്പി, അധികം അങ്ങനെ ആൾക്കാരോടൊന്നും മിണ്ടത്തില്ല, പഠിക്കുമായിരുന്നു. പക്ഷെ എന്നാ ബാക്കി ദിവസം ഒക്കെ കാണിച്ചു വിട്ടിട്ടുണ്ട്. ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. ഓ, ഇത് മറ്റേ ടൈപ്പാണ്, നന്നായിട്ട് പഠിക്കും, മറ്റേ എല്ലാ ഇതിനും കൂടെ ഉണ്ടാവും, ലാസ്റ്റ് വരുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാകും എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ എങ്ങനെയാണ്? അശ്വന്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോ? ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സപ്ലികളൊക്കെ ആയി ഭയങ്കര സന്തോഷമായിട്ട് കോളേജ് 3 വർഷം PG, അത് കഴിഞ്ഞ് 3 വർഷം ഡിഗ്രി, അത് കഴിഞ്ഞ് 2 വർഷം PG. എന്താ അശ്വന്ത് എന്താ പഠിച്ചത്? എവിടെ പഠിച്ചത്? ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു. ഞാൻ SM കോളേജിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ PG ചെയ്തത് MG കോളേജിലാണ്. അപ്പോൾ നല്ല ലൈഫായിരുന്നു. ഭയങ്കര ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കുന്ന കുറേ ഒക്കെ ഉണ്ട് എൻ്റെ കോളേജിൽ. ഞാനിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെ ഒരു സ്പേസിൽ വന്ന് ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ കോളേജും എൻ്റെ സൗഹൃദങ്ങളും അധ്യാപകരും ഒക്കെ. ആ നന്നേ സിനിമ തന്നെയായിരുന്നു ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം. ഞാൻ SM കോളേജിലൊക്കെ പോയതിനു ശേഷമാണ് ആക്ച്വലി നമുക്ക് ഇതിലേക്ക് തന്നെ പോകാം എന്നുള്ളൊരു മൈൻഡിലേക്ക് വരികയും ഒക്കെ ചെയ്തത്. അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഹൃദയത്തിലെ സീനില്ലേ, ട്രെയിനിലിരിക്കുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഹൃദയത്തിൽ കൊളുത്തി വലിക്കണം, അത് ശരിക്കും ഭയങ്കര ഒരു സ്പെഷ്യൽ സീനല്ലേ, നമ്മൾ അത് ഇതാണ്. അപ്പൊ ഇതിന് ഷൂട്ട് കഴിഞ്ഞിട്ടാണോ ഹൃദയം സംഭവിച്ചത്? അല്ല, ഈ ലൊക്കേഷനിലായിരുന്നു ഹൃദയത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത്. സെലിബ്രേറ്റ് ചെയ്തത് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഹൃദയത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ആ
സമയത്ത് മീറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ. നമ്മുടെ ഇത് ഓഡിഷൻ Casting audition. കാസ്റ്റിംഗ് ചെയ്തത് വിശാൽ ആണോ? ഹൃദയത്തിലെ അശ്വത്തിന്റെ ഹൃദയം കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് അബ്സോർവ് ചെയ്ത് വിളിച്ചത് അല്ലേ? അങ്ങനെ പറയാം. അതെ അതെ. അശ്വത്തിന്റെ കാര്യം ആക്ച്വലി നോക്കുകയാണെങ്കിൽ എത്ര ആൾക്കാരുടെ കൂടെയാണ് ഒരു സുഹൃത്ത് മാതിരി. ഇപ്പൊ സിനിമയിൽ വന്ന ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഷൈൻ ടോം ചാക്കോ, പ്രണവ് മോഹൻലാൽ, ഇപ്പൊ ഇതിനകത്ത് ശ്രീനാഥ് ബാസി, റോഷന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടില്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരുടെ കൂടെയായിരുന്നു അഭിനയിക്കുമ്പോൾ ആദ്യം ലൈക്ക് ഇത് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ പാടാകും തോന്നിയിട്ട് പിന്നെ ഭയങ്കര കമ്പനി തോന്നിയത്? എല്ലാവരോടും അങ്ങനെയാണ്. ആദ്യം അങ്ങനെ ഒരു നമ്മളിപ്പോ ഫസ്റ്റ് വന്ന് സംസാരിച്ചപ്പോ ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. തോന്നുന്നുണ്ടോ? ഫ്രീ ആയിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ നന്നായിട്ട് ഫ്രീ ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ അത് വർക്ക് ചെയ്ത് വരാൻ നേരത്ത് ഭയങ്കര രസമായിരിക്കും. ഇവരുടെ വേറൊരു വൈബായിരുന്നു, അവിടെ വേറെ വൈബായിരുന്നു. ഓരോ സെറ്റിലും ഓരോ ആൾക്കാരുടെയും എല്ലാം വ്യത്യസ്തമായതുകൊണ്ട് ഭയങ്കര രസമാണ്. അത് അങ്ങനെ തന്നെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ രസം അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ബിഗ് ബോസിന് മുമ്പായിരുന്നു ശേഷമായിരുന്നു? ഇത് ബിഗ് ബോസിന് മുന്നേ ഷൂട്ട് കഴിഞ്ഞ സിനിമയാണ്. അപ്പൊ ഇതിന്റെ വിശേഷമൊക്കെ ബിഗ് ബോസിൽ പറഞ്ഞിരുന്നോ? ഇങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു? ലൈഫ് ഗ്രാഫ് വരച്ച സമയത്ത് അല്ലെ LLBയുടെ മൂവിയെ പറ്റി പറയുന്നുണ്ട്, ഇറങ്ങാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസിന്റെ പ്രത്യേകത, പക്ഷെ അത് വന്നു കേട്ടോ. പൊതുവിൽ അങ്ങനെ ഒന്നിനെ പ്രൊമോട്ട് ചെയ്യില്ല ബിഗ് ബോസ്, മറ്റൊന്നിനെ നമ്മൾ പ്രൊഡക്റ്റിനെ സിനിമകളൊന്നും പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷെ അത് വന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ ഓക്കെ. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ബിഗ് ബോസിൽ കണ്ടപ്പോൾ. ഇത് ആക്ച്വലി നേരെ തിരിച്ചാണെന്ന് ചോദിക്കട്ടെ. അതായത് സെറ്റിൽ വന്നിട്ട് ബിഗ് ബോസിന്റെ കാര്യം ഞാൻ പോകുന്നുണ്ട്, നിങ്ങൾ സീക്രട്ട് ആക്കി വെക്കില്ലേ പോകുന്നതിന് മുമ്പ്? അങ്ങനെ ആ സമയത്ത് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. സീസൺ 4 കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് സീസൺ 5 പോകണം. ഞാനൊരു എഫേർട്ട് കൂടെ എടുത്ത ഒരാൾ അതിനായിട്ട്. അതെങ്ങനെ എത്തിപ്പെട്ടതെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലേ? ഉറപ്പല്ലേ? അങ്ങനെയല്ല, ഞാൻ കോമണർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരു സ്പേസ് ഞാൻ ഭയങ്കര ട്രൈ ചെയ്തു. 1 year ഒരു എഫേർട്ട് എടുത്തോട്ടെ. അത് ഭയങ്കര ശ്രമിച്ചിട്ടാ. എനിക്ക് ഇങ്ങോട്ട് കോൾ വന്ന ഒരാളും അല്ല. നമ്മളിങ്ങനെ വിളിക്കുമെന്ന് കരുതി നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഓഡീഷൻസ് ഒക്കെ എല്ലാവരും പോലെയും കഴിഞ്ഞിട്ടാ എനിക്ക്. പക്ഷെ എനിക്ക് ഓഡീഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കിട്ടും. കാരണം പിന്നെ മാത്രമല്ല, ഓഡീഷൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഓൾമോസ്റ്റ് ട്രാൻസ് പേഴ്സൺസും ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. ഞാൻ അറ്റ് ദ എൻഡിലാ വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അതിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ശരിയാ, പറയുമ്പോഴൊക്കെ എന്നുള്ള ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നോ? കാണാറുണ്ടോ ബിഗ് ബോസ്? ഭാര്യയാണ്, ഞാൻ കൂടെ പോയി ഇരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും. അതെ അതെ. ഞാനൊരിത് പറയട്ടെ, ആക്ച്വലി ഒരു നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരു കണ്ടസ്റ്റന്റിന് ഇത്രയധികം സപ്പോർട്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് താമ്പരയാണ്. സാറ് ചെട്ടിയില്ല ബിഗ് ബോസിൽ കണ്ടപ്പോ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തോന്നിയിരുന്ന ഒരു ഇതാണ്. ഇപ്പം സാർ ഞാൻ എന്താ പറഞ്ഞില്ല, ഇപ്പം എന്താ പറയുക, ACP ആയിട്ട് സാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ സാർ ലീവൊക്കെ എടുത്തിട്ട് ഒരു സിനിമ മൊത്തം ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെ സമയം കിട്ടി? അത് ഞാനും ഇപ്പം ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിന് സമയം കിട്ടിയെന്നുള്ളത്. കാരണം ലോക്കൽ സ്റ്റേഷനിൽ ഇരുന്നിട്ട് എനിക്ക് 7 പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വേറെ ആരും ഇതിനു മുമ്പ് അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്തില്ല എന്ന് തോന്നുന്നു. ഹെഡ് ക്വാർട്ടർ എന്നൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് തോന്നുന്നുണ്ട്. ചലഞ്ചായിട്ട് ശരിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മേലുദ്യോഗസ്ഥരുടെ സപ്പോർട്ട്. കാരണം പ്രത്യേകിച്ച് നമ്മളുടെ വേറെ ഒരു ലെവലിലുള്ള ഡ്യൂട്ടിയാണല്ലോ. അതും സിനിമയും തമ്മിൽ ഒത്തുപോകാത്തൊരു സംഗതി. ഒത്തുപോകാത്ത മീൻസ് നോട്ട് ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് ലീവ് സാങ്ഷൻ ചെയ്ത് കിട്ടുക എന്നുള്ളത് ശരിക്കും ഒരു ടാസ്ക്കാണ്. പക്ഷെ ആ സമയത്ത് എൻ്റെ മേലുദ്യോഗസ്ഥരായിട്ടുള്ള AV ജോർജ് സാർ ഉൾപ്പെടെയുള്ള IG, അദ്ദേഹം അവരൊക്കെ സിനിമേനെ സ്നേഹിക്കൊണ്ടായിരിക്കണം എനിക്കത് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ സാങ്ഷൻ കിട്ടി 45 days. അങ്ങനെ ഒരു ലോങ് ലീവ് എടുത്തിട്ട് വന്നിട്ട് വർക്ക് ചെയ്യും. 45 ദിവസം ലീവ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. നമുക്കാണെങ്കിൽ സാറിന് മറ്റേ കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്ന് വിളിക്കാവുന്നതാണ് അല്ലേ? അപ്പൊ ഒരു പോലീസ് ഓഫീസർ ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സാധാരണയൊക്കെ എനിക്കൊക്കെ ഇങ്ങനെ പോലീസ് എന്ന് കേൾക്കുമ്പോൾ പോലീസോ എന്നൊരു പേടി ഇല്ലേ? നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഇല്ലേ? പക്ഷെ നമ്മുടെ ലൊക്കേഷൻ ഏകദേശം ഒത്തിരി പോലീസുകാർ ആണല്ലേ? ഫുൾ സറൗണ്ടഡ് ബൈ പോലീസ്. ലൊക്കേഷനിൽ ഇവരൊക്കെ പേടിപ്പിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇവരൊക്കെ എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അടിപൊളി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പോലീസ് ഓഫീസറുടെ കീഴിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് ഓഫീസറുടെ ഡയറക്ഷൻ വർക്ക് ചെയ്യുന്നത്? ആദ്യം മറ്റേ ഇങ്ങനെ ACP ആണൊക്കെ കേട്ടപ്പോൾ ഒരു ഇമേജ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. പക്ഷെ മീറ്റ് ചെയ്ത് പോയി എന്നല്ല, ആള് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആണെന്ന് നമ്മൾ മനസ്സിലായപ്പോഴാണ്. പിന്നെ ഷൂട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആള് മറ്റേ ഇൻ ടേംസ് ഓഫ് ഫിലിം മേക്കിങ്ങും ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് സിനിമ, എന്ത് വേണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. സോ
ആസ് എ പോലീസ്മെൻ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ എന്നുള്ള സാധനം അത് സെറ്റിന് പുറത്ത് സെറ്റിനകത്ത് ഞങ്ങളുടെ ഡയറക്ടർ ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വെക്കാന്ന് പറയുന്ന സാധനം വലിയൊരു ക്രെഡിറ്റ് പുള്ളിയാണ്. 2023 പറയുമ്പോൾ നാദ്രയുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതായത് ആക്ച്വലി ഞാൻ ഐ ഫോളോ യുവർ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തത്. അപ്പം ആ ഒരു ഡേ ഒന്ന് പറയാമോ, എങ്ങനെയായിരുന്നു? പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം സീസൺ 6 ഈ പറഞ്ഞ കണക്ക് ഞാൻ 5 ആട്ടോ, സീസൺ 5 എന്നെ സംബന്ധിച്ച് അത് എൻ്റെ സീസണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു വിന്നർക്ക് കിട്ടുന്നതിനേക്കാൾ അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. കാരണം ഈ ഇപ്പം എൻ്റെ വീൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ കേരളം അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം വീലിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ട്രാൻസ്പേഴ്സൺസിൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞാൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ഏഷ്യനെറ്റ് കാരണമായി. അപ്പം പലരും മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി കാരണം വീൽ അക്സെപ്റ്റ് ചെയ്തു, അവർക്ക് കുറച്ചും കൂടെ അവയർനെസ് കിട്ടി. നമുക്കൊരിക്കലും മേ ബി എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ കുട്ടിയായിരിക്കുന്ന ആൾക്കാരും പിന്നെ മുതിർന്ന അമ്മമാരും അപ്പം പലരും അങ്ങ് എൻ്റെ ഫാൻ ബേസ് അതാണ്. അപ്പം അവർക്ക് ഒരിക്കലും നമുക്ക് ക്ലാസ് എടുത്ത് ഇതാണ് ട്രാൻസ്ജെൻഡർ ഇതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. പ്രയാസമായിരിക്കും, പഠിപ്പിക്കാൻ പറ്റുമെങ്കിലും. പക്ഷെ അവർക്കൊക്കെ അവരുടെ മനസ്സിൽ സ്പേസ് ഉണ്ടാക്കാൻ പറ്റി. അതും ഈ പറഞ്ഞവർക്ക് ജെൻഡർ വിഷയം പറയാണ്ട് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത്. അപ്പം കേരളത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം കേട്ടോ, അതിന് ഫുൾ ക്രെഡിറ്റ് എനിക്കല്ല. കാരണം ഞാൻ ഈ പറഞ്ഞത് ബിഗ് ബോസിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, ഏഷ്യനെറ്റിനാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ സാറ്. കാരണം സാറ് ഉമ്മേനെ വിളിച്ചു, കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് തന്നു. മോഹൻലാൽ സാറാണ് എന്റെ ഉമ്മനെ കോൾ ചെയ്യുന്നത്. ഉമ്മ അപ്പൊ ഞെട്ടിപ്പോയില്ലേ? ഓഫ്കോഴ്സ് നെറ്റിന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് പേടിയുണ്ടായി. കാരണം ഓഫ്കോഴ്സ് ഇത്രയും വലിയൊരു മനുഷ്യൻ വിളിക്കുക, സംസാരിക്കുക, കണക്ട് ചെയ്ത് തരിക. അങ്ങനെ അപ്പൊ ഉമ്മ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക്, അതായത് ഇത്രയൊരു രൂപമൊക്കെ മാറി ഒരു മകളായി വന്ന് നിൽക്കുമ്പോ എന്തായിരുന്നു ഉമ്മ ആദ്യം പറഞ്ഞ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ഞാനത് വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയത്. പ്രത്യേകിച്ച് നമുക്കൊരു സങ്കടമൊക്കെ വരും. കാരണം ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ബിഗ് ബോസിന് പോകുന്ന മുമ്പ് നമ്മൾ പിന്നെയും വീഡിയോ ഉമ്മയായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ കോൾ ചെയ്ത് കാണുമെങ്കിലും ചെയ്യുമായിരുന്നു. അപ്പം നേരിട്ട് കാണുമ്പോൾ സങ്കടമൊക്കെ വന്നു. നമ്മൾ പിന്നെ ആ സ്പേസ് നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ ശ്രമിച്ചു. ഇപ്പം സ്റ്റിൽ ഞാൻ വീട്ടിലാണ്, ഞാൻ ട്രിവാൻഡ്രത്താണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനിപ്പോ വീട്ടിൽ തന്നെയാണ് സന്തോഷമായിട്ടിരിക്കുന്നത്. വാപ്പ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടോ. കാരണം പുള്ളിക്ക് ഇതിനെ പറ്റി അറിയില്ലായിരുന്നു. ഒരിക്കലും കുറ്റമല്ലല്ലോ, കാരണം നമ്മൾ പഠിച്ചിട്ടില്ല ഈ വിഷയത്തെ പറ്റി. അപ്പം പുള്ളി കുറച്ചും കൂടി മനസ്സിലാക്കി. ഇന്നിപ്പം വാപ്പാരുടെ അടുത്ത് ഒത്തിരി പേര് എന്നെ പറ്റി ചോദിക്കാറുണ്ട്, ആൾക്കാർ തിരക്കി ചെല്ലാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഉമ്മയ്ക്ക് ഞാൻ എപ്പോഴും തട്ട ഇടുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ ഇപ്പൊ ഉമ്മ എന്തൊക്കെയാ പറഞ്ഞുതരും, ഒരുങ്ങി നടക്കാനൊക്കെ പറഞ്ഞുതരാം? അയ്യോ, എന്നെ മിക്കപ്പോഴും ഒരുക്കുന്നത് ഉമ്മയാ. മീൻസ് ആ ഡ്രസ്സൊക്കെ എന്റെ മിക്ക വീഡിയോസിലും കാണാം, ഉമ്മയാണ് എന്നെ സ്റ്റൈൽ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടല്ല, പക്ഷെ ഉമ്മ സജഷൻ പറയും ഇതായിരിക്കും ബെറ്റർ അങ്ങനെ ഇങ്ങനെ. പക്ഷെ അത് പറഞ്ഞതൊക്കെ പക്കയായിട്ട്, കാരണം അമ്മമാര് പറഞ്ഞത് അനുസരിക്കണം അല്ലേ? നമ്മൾ ഏത് പടത്തിൽ കോട എടുത്ത് പോകണം എന്ന് പറയുന്ന നടക്കും. ഉമ്മമാരെന്ത് പറഞ്ഞാലും അത് അനുസരിക്കണം, അത് ഭംഗി ഉണ്ടാവും. അതായിരിക്കും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവും. ശരിയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് തന്നെ വരെ ഈ പാവാടേന്റെ കൂടെ പൊട്ട് വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു പൊട്ടൊന്നും വേണ്ട, വെറുതെ പോയാൽ മതി. അപ്പൊ പറഞ്ഞില്ല, പെൺകുട്ടികളായ പൊട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഭംഗിയാണത് ആണല്ലേ? താങ്ക്സ്, അത് കേൾക്കാൻ വേണ്ടിട്ട് നൈസായിട്ട് പറഞ്ഞു നോക്കിയതാണ്. സർ ആക്ച്വലി മറ്റേ മമ്മൂക്കാന്റെ ഫിലിമിലെ അഞ്ജലി അമീറിനെ കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കതൊരു കൗതുകമായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് സാധാരണ അങ്ങനെ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ട്രാൻസ്ജെൻഡറിൽ കാസ്റ്റിംഗ് അങ്ങനെ വരാറില്ല. പക്ഷെ വി ആർ സോ പ്രൗഡ്, ഇപ്പോഴും അങ്ങനെ തന്നെ കാസ്റ്റിംഗ്സ് നടക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നാദ്രയിലേക്ക് എത്തിപ്പോയത്? നാദ്ര നേരത്തെ പറഞ്ഞ നമ്മൾ ഓഡീഷൻ ചെയ്തിട്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ശരിക്കും നാദ്ര എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ശരിക്കുള്ളൊരു സ്പേസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഈ കഥാപാത്രം നാദ്ര തന്നെ ആയിരിക്കണം എന്നുള്ളത് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു. ഞങ്ങൾ പിന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ അങ്ങനെ ഒരു സംഗതി അങ്ങനെ ചെയ്യണം നിർബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ തന്നെയാണ് അങ്ങനെ ചെയ്തത്. അത് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ അയാൾ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായിരുന്നു. അങ്ങനെ കാസ്റ്റ് ചെയ്തതാണ് ഇതല്ലേ? ഓ, ഭയങ്കര പ്ലസ് ഒന്നൊരു കാര്യം പറയട്ടെ, നമ്മള് ഇപ്പം ഒരു സിനിമയിലും ജെൻഡർ പറയുന്നില്ല. ഇപ്പം വൈശാഖ അശ്വതം മെയിലാന്ന് പറയുന്നില്ല, സെയിം എന്നെയും ജെൻഡർ ഇത് ട്രാൻസ് ആന്ന് പറയുന്നില്ല. ആൾക്കാർ മനസ്സിലാക്കി എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ, അതാണ് ബെറ്റർ കേട്ടോ. നമ്മൾ സിനിമയിലും ട്രാൻസ്ജെൻഡർ കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ആൾക്കാരല്ല. പക്ഷേ ഈ സിനിമ ഭയങ്കര അതിന് പൊളിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. കാരണം നാദ്ര ട്രാൻസ് എന്ന് ഒരിടത്ത് നമ്മൾ പറയുന്നില്ല, പക്ഷെ ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കുന്നെങ്കിൽ അങ്ങനെ എടുത്തോട്ടെ. കാരണം എന്തായാലും എല്ലാ ക്യാമ്പസിലും ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് പഠിക്കുന്നുണ്ട്. ഞാൻ സ്റ്റിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് നാദ്ര ട്രാൻസ് ആണെന്ന് പറയുന്ന സീനുകളൊന്നും ഈ പടത്തിലില്ല. പക്ഷെ
ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരും ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്, ചെയർമാൻ ആകുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് എന്റെ സുഹൃത്തുക്കളെ അവരൊക്കെ ആ പടത്തില് അല്ലേ, നമ്മൾ ഭയങ്കര കൂട്ടാണ് നമ്മളും. എനിക്കത് നേരത്തെ തോന്നിയിട്ടുള്ളത് അശ്വന്തിന്റെ എല്ലാ ഫിലിമിലും ആ ഒരു അശ്വത് എന്നല്ല ഞാൻ പറഞ്ഞത്, അശ്വത് അശ്വതിന്റെ എല്ലാ ഫിലിംസിലും നല്ല കാര്യം പറയുന്നത് കേക്ക്. അശ്വതിന്റെ എല്ലാ ഫിലിംസിലും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരായിട്ട് ഇപ്പം പ്രണവിന്റെ കാര്യം തന്നെ പറഞ്ഞോട്ടെ, അതിനകത്ത് ഭയങ്കര പ്രണവിനെ ഒത്തിരി നാളായിട്ട് അറിയുന്ന ഒരു ഫ്രണ്ടിനെ പോലെ നമുക്ക് ത്രൂ ഔട്ട് ദ ഫിലിം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതെങ്ങനെയാ അവർ കെമിസ്ട്രി കൊണ്ടുവരുന്നതിന്റെ ഒരു സംഭവം. ഇപ്പൊ നേരത്തെ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ പേടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ലാലേട്ടന്റെ മകന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ടെൻഷനും സംഭവങ്ങളൊക്കെ. അത് ലാലേട്ടന്റെ മകനാണെന്ന് ആ പുള്ളി ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. അവനവർ പേടിക്കട്ടെ. ഇപ്പൊ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ACP ആണ് നിങ്ങളുടെ മോണിറ്ററിന്റെ പുറകിൽ നിന്ന് ആക്ഷനും കട്ടും വിളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു സാധാരണ മനുഷ്യൻ എന്നേ തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് പുള്ളി ഇങ്ങോട്ട് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും അങ്ങനെ നിൽക്കും. അങ്ങനെ സംഭവിക്കുന്നതല്ല ഒരു ഇത് അല്ലേ. എന്നാലും ഇപ്പൊ പെട്ടെന്ന് കയറി പ്രണവിന്റെ ഒരു ഇന്റർവ്യൂ പറയുമ്പോൾ എനിക്കൊരു ഒരു പേടി ഉണ്ടാവും ആദ്യം. അപ്പൊ നിങ്ങളുടെ ഒരു ഫസ്റ്റ് മീറ്റിങ്ങും ആ ഒരു മെൽറ്റിംഗ് ദ ഐസ് സംഭവം എങ്ങനെയായിരുന്നു? ഐസ് ബ്രേക്കിംഗ് അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു അവിടെ. എനിക്ക് വിഷയം കണ്ടിട്ടില്ലേ, നിങ്ങളല്ലായിരുന്നു ആദ്യ പ്രീ പ്രൊഡക്ഷൻ പരിപാടി ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ. അപ്പോ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഭയങ്കര സംഭവം അങ്ങനെ വലിയ ഒരു ഞാനൊരു സംഭവമാണെന്നുള്ള ഒരു എയർ ഒന്നും ഇല്ല. അത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. സത്യമാണ്, വെരി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഇങ്ങോട്ട് വന്ന് മിണ്ടൊക്കെ ചെയ്യും അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ പക്ഷെ ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ അപ്പൊ അത് നമ്മളിപ്പോ ഇങ്ങോട്ടൊന്നും മിണ്ടും അല്ലെങ്കിൽ നോർമലായിട്ട് സംസാരിക്കുന്നത് നമുക്കത് അങ്ങനെ തോന്നാൻ കാര്യം സ്റ്റാർ കിഡ്സ് അതിന്റെ ഒരു ഫാക്ടർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള അത് നമ്മുടെ ജഡ്ജ്മെന്റ് ആണ്. ബട്ട് ഹി പ്രൂവ്സ് ദാറ്റ് എല്ലാവരും അങ്ങനെയല്ല. ഈ പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്, വളരെ ഡൗൺ ടു എർത്ത്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു കോ ആക്ടർ ആയിട്ടാണ് ഞാൻ എല്ലാവരും കാണുന്നത്. which is great. വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. അടിപൊളി അടിപൊളി. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു കോളേജ് ബോയ് ആയിട്ട് വരുന്നു, ഇപ്പോൾ ഹൃദയത്തിനകത്ത് ഒരു കോളേജ് ബോയ് വന്നു. അപ്പം ഈ ഒരു സംഭവം ചെയ്തിട്ട് മടുക്കുന്നുണ്ടോ? മീൻ പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഈ ഒരു കോളേജ് സംഭവം അത് ഐ കൻ ആസ്ക് ബോത്ത് ഓഫ് യു, ആ ഒരു സംഭവം ചെയ്ത് മടുക്കുന്നുണ്ടോ? ഇപ്പോഴേ കോളേജ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഏജ് ആയിട്ട് കോളേജ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അത്രയും കോളേജ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ട്, ഈ കോളേജ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കോളേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വേറൊരു കാര്യം. ഇതിൽ ത്രൂ ഔട്ട് കോളേജിൽ ഞങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞ നേരത്തെ സാർക്ക് പറഞ്ഞ പോലെ ഒരു വേറെ സ്റ്റോറി ഇതിൽ പറയുന്നുണ്ട്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒന്നാണ്. ഹൃദയത്തിലൊന്നും അങ്ങനെ ടച്ച് വന്നിട്ടേ ഇല്ല. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റോറിയിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിനു ശേഷം ഹൃദയത്തിന് ശേഷം ഒരുപാട് കോളേജ് മൂവീസ് വന്നു. അതിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ ഒന്ന് ഇതായിരുന്നു. അടിപൊളി അടിപൊളി. വിശാഖിനും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ കോളേജ് മടുത്തായിരുന്നു ഒരു പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെമ്പരത്തി പോകുന്നുള്ള പടമൊക്കെ ചെയ്തു. കോളേജ് മടുത്തായിരുന്നു. ഇനി കോളേജ് പടങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വന്നപ്പോൾ ഒരുപക്ഷെ കോളേജ് പടങ്ങൾ ചെയ്തിട്ട് കുറെ ആയിരുന്നു. ആൻഡ് ഇപ്പൊ അശ്വത്ത് പറഞ്ഞ പോലെ തന്നെ ഇതില് കോളേജ് ലൈഫ് എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. കൂടുതലും അതിന് പുറത്ത് നടക്കുന്ന ഒരു കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ട്. അതാണ് ഇതിലത്തെ മെയിൻ ഒരു ഫാക്ടർ. ദാറ്റ്സ് വാട്ട് അട്രാക്റ്റഡ് മീ, ദാറ്റ്സ് വാട്ട് അട്രാക്റ്റഡ് അശ്വത്. ഇപ്പൊ ബാസി ആണെങ്കിലും ഐ തിങ്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത ആ ഒരു പ്ലോട്ടിങ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരു കോളേജ് ഫിലിം, ഒരു ക്യാമ്പസ് ഫിലിം മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ദാറ്റ്സ് വാട്ട് എക്സൈറ്റഡ്. ഈ ബാസിനെ ഇതേപോലെ ഒരു മച്ച സംഭവമായിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി നമ്മുടെ മലയാള സിനിമയിലെ ഒരു കൊച്ചി മച്ചാൻ ട്രെൻഡ് കൊണ്ടുവന്നത് തന്നെ ബാസിയാണ്. അപ്പം ബാസി ഈസ് നോട്ട് ഹിയർ. അപ്പം ടെൽ us about his character and how was it and everything working with him? LLB നമ്മുടെ പടത്തിലെ ക്യാരക്ടർ ആള് കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സോഫ്റ്റ്, ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. മെച്ചുവേർഡ് ക്യാരക്ടറായിട്ട് വളരെ ഇതായിട്ടല്ലേ? അല്ല, ബാസി കോളേജിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിൽപ്പിൽ സംഭവമാണ് മനസ്സിലേക്ക് വരുന്നത്. പറഞ്ഞ മൂന്നിലും കുറച്ചെങ്കിലും പക്വതയും ബോധമുള്ളത് അവനാണ്. പക്ഷെ കുറച്ചും കൂടെ ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്, രസമുള്ള ഒരു ക്യാരക്ടറാണ്. വർക്ക് ചെയ്യാൻ അഗൈൻ ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ഫൺ. ഈ പറഞ്ഞ ഐസ് ബ്രേക്കിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന് കയറിയപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയായി. ആൻഡ് ഒരു ഫൺ വൈബ് തന്നെയാണ് ഫുള്ള് ഷൂട്ട് ചെയ്ത് പോയത്. സോ ബി നൈസ് ടു സീ ഹിം. ഈ ഒരു അവതാറിൽ അവനെ കാണാൻ രസമായിരുന്നു. യെസ്, വി ആർ വെയിറ്റിംഗ് ടു സീ ഹിം ഓൺ സ്ക്രീൻസ്. സർ, ഇവരെ പോലെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ബട്ട് സ്റ്റിൽ എൻ്റെ കണ്ണ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് അനൂപ് മേനൻ ഇതിനകത്ത് ഒരു പോലീസ് കഥാപാത്രമായിട്ട് വരുന്നുണ്ടെന്നുള്ളത് വളരെ അട്രാക്ഷൻ തോന്നിയ സംഭവമാണ്. അപ്പം അതെങ്ങനെയാണ് സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഏടുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവോ? ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഞാൻ വേറെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിലും ഒരു പക്ഷേ നമ്മുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കയറി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇന്ന സംഭവം ഇന്ന സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് എന്ന് പറയാൻ ആലോചിച്ചാൽ ഒന്നും കിട്ടില്ല. നമ്മളെ സർവീസിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റെങ്കിലും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കയറി പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ട് എന്നല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പം അനൂപേട്ടനായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനായിട്ടൊരു കിട്ടിയിട്ടുണ്ടായിരുന്നു? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇത്? ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പുള്ളി. അപ്പം നമ്മളിങ്ങനെ നോക്കി കണ്ടൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അശ്വത്തെ? പ്രൊഫഷണലായിരുന്നു പുള്ളി. സെറ്റിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റ ദിവസം അല്ലേ സാർ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് സാറ് മാക്സിമം സാറിന്റെ ഒറ്റ ദിവസം തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുമിച്ച്? ഞങ്ങൾക്ക് ഒരുമിച്ച്. അപ്പോൾ എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ പോർഷൻസ് ആ ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്തത്. 2-3 ദിവസം ഡേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പ്രൊഫഷണലായിരുന്നു അന്ന് നിന്ന് ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ലേൺ ചെയ്തൊരു കാര്യം, പുള്ളി ഡയലോഗ് മെമ്മറൈസ് ചെയ്തിട്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ലെങ്തി ഡയലോഗ്സ് അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ സർപ്രൈസ് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഫസ്റ്റ് ടേക്കിൽ പുള്ളിയുടെ ആ ഒരു എന്താ പറയാ, നമുക്ക് ശരിക്കും സർപ്രൈസ് ഫസ്റ്റ് ടേക്ക് തന്നെ അത് ഓക്കെ ലെങ്തി അശ്വത് പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി എന്ന് പറഞ്ഞ പ്രത്യേക സ്റ്റൈലാണ്. നമ്മള് അത് കാണുമ്പോൾ ഇവിടുന്ന് നോക്കിയിട്ട് ഇപ്പുറത്തെ കൂടി ഒന്ന് നോക്കിയിരുന്നു പോകും. അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്രസൻസും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ്. പിന്നെ എന്നെ സർപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. നല്ല ഹൈറ്റ്, ഭയങ്കര ഹൈറ്റാ. എന്റെ കോളേജ് അത് ശരിയാ. ബൈ ദ വേ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യം ഇന്റർവ്യൂ എടുത്തത് ഞാനായിരുന്നില്ല. ഹൗ ഇസ് ജയപ്രിയ? വെരി വെൽ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കാണാറുണ്ട്, ഭയങ്കര റൊമാൻസ് ആണ് ഭാര്യയും ഭർത്താവും. അപ്പൊ അന്ന് കണ്ടപ്പോഴത്തേക്കും വളരെ ഇങ്ങനെ ഒരു ന്യൂലി മാരീഡ് ഒരു സംഭവമായിരുന്നു. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ട് മാരീഡ് ലൈഫ്? അടിപൊളിയായിട്ട് തോന്നുന്നു. ഇപ്പൊ ഭയങ്കര എന്താ പറയാ, നമ്മുടെ മച്ചാ ബന്ധമാണ്. എടാ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കേൾക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ, വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ബെറ്റർ. അപ്പൊ മാരീഡ് ലൈഫ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആഫ്റ്റർ പോയിന്റ് ബിക്കം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലേ. ആ ഒരു സ്റ്റേജിൽ എത്തി അങ്ങനെ പോകുന്നു. എന്റെ അന്വേഷണം എന്തായാലും പറയണം. ഓക്കെ. ഷൂട്ടിന്റെ ഇടയിൽ ഇതുപോലെ ഷൂട്ട് അവിടെ കഴിഞ്ഞിട്ട് കേരളയിൽ വന്നിരിക്കുമ്പോൾ വിശേഷമാണ് ആദ്യം വന്നിരുന്ന് രണ്ടാമത് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് വന്നിരിക്കാൻ നേരത്തെ അവിടെ അല്ല നമുക്ക് ഡ്രസ്സിന്റെ തീര് നോക്കിയപ്പോ കല്യാണത്തിന്റെ ഭയങ്കര തിരക്കിലായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര തിരക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഇവര് സാറും ബാക്കി അസോസിയേറ്റ് അസോസിയേഷൻ എല്ലാവരും കൂടെ എങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് മിനിറ്റ് എനിക്ക് 2 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. തീർത്ത ഉടനെ തന്നെ 7th തീർന്നു. കല്യാണം സെറ്റിൽ വെച്ച് നടത്തേണ്ടി വരുമെന്ന് വരെ ഒരു സംശയം ഉണ്ടായിരുന്നു. 9th ബാംഗ്ലൂരായിരുന്നു. സെറ്റിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ച് പിന്നെ പോവുമായിരുന്നു എന്നുള്ള അവസ്ഥയാണെന്നല്ലേ. ആക്ച്വലി നിങ്ങളെപ്പോലെയുള്ള ആക്ടേഴ്സ് ഇങ്ങനെ കരിയറിൽ മുമ്പോട്ട് വരുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ്. ബിക്കോസ് യുനോ സ്വന്തം ഒരു അധ്വാനം കൊണ്ടും ഹാർഡ് വർക്കും കൊണ്ടും ടാലൻറ്റ് കൊണ്ടും വരുന്ന ഒരു ഇതാണ്. അപ്പം വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അശ്വത്ത് ഓൺ യുവർ ഇൻസ്റ്റാഗ്രാം റിഗാർഡിങ് മീറ്റിംഗ് ശ്രീനിവാസൻ സർ. ആ മൊമെന്റിനെ പറ്റിയിട്ട് ഒന്ന് പറയുമോ? അല്ല, ശ്രീനിവാസൻ സാറിന് നമ്മള് സിനിമയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അവരെയൊക്കെ കണ്ടല്ലേ. സിനിമ പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിന്റെ ഒക്കെ മൂവീസും അദ്ദേഹത്തിന്റെ എഴുതിയ മൂവീസ് ആയാലും അഭിനയിച്ചതായാലും ഇതൊക്കെ കണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്നൊരു വല്ലാത്ത ഇഷ്ടം തോന്നിയത്. ആ ഇഷ്ടം തോന്നിപ്പിച്ച ആളോടൊപ്പം നമ്മളൊരു 10-30 ദിവസം ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ മൊമെന്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് കഥകൾ ഞാൻ മുമ്പത്തെ ഇന്റർവ്യൂസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഓരോ ഡൗട്ട്സുകളും കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ നേരിട്ട് ചോദിക്കുക. സാർ തളത്തിൽ ദിനേശൻ എന്തിനാ അവസാനം വീണ്ടും ടോർച്ച് അടിച്ചത്? അങ്ങനെ നമുക്കുണ്ടാവുന്ന കുറെ തമാശകൾ, ഉണ്ടാവുന്ന കുറെ ഫീലിങ്സ് നമ്മൾ നേരിട്ട് ചോദിക്കുമ്പോൾ അവർ തന്നെ അതിന് മറുപടി പറയാം. അങ്ങനെ ഒരാളുണ്ടായിരുന്നു അശ്വത്തെ, കൊല്ലത്തായിരുന്നു പുള്ളി ജീവിച്ചിരുന്നത്. പുള്ളി ഒരുപക്ഷെ ഇതിന്റെ എക്സ്ട്രീം ആയിരുന്നു, അത്ര എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളിയുടെ ആദ്യത്തെ സംശയം ഉണ്ടാവുന്നത് ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞത് സാർ? അപ്പോ ഏതാ പുള്ളി എനിക്ക് പറയാനൊന്നും കുഴപ്പമില്ല. പുള്ളി കല്യാണം കഴിച്ചു പുള്ളി ചെന്നൈയിൽ തമിഴ്നാട്ടിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ നാട്ടിൻപുറത്തുനിന്ന് കല്യാണം കഴിച്ച പെൺകുട്ടി ആയിട്ട് ഇയാള് ജോലിക്ക് ഒരു വർഷം 2 വർഷം ചെന്നൈയിലായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് നാട്ടിൽ വരും. അങ്ങനെ ഒരിക്കലും ഇവർ ഒരുമിച്ച് പോയി ചെന്നൈയിൽ നിന്ന് ഏകദേശം ഒരു 1 month ആയപ്പോഴേക്കും ഈ കല്യാണം കഴിച്ച പെൺകുട്ടി ഇയാളെക്കാൾ നന്നായിട്ട് തമിഴ് സംസാരിക്കും. അതെങ്ങനെ അവള് എന്നെക്കാരും നന്നായിട്ട്? അന്ന് ഇയാള് 2 വർഷമായിട്ട് ജോലി ചെയ്യുന്നേ.
അങ്ങനെയാണ് തുടങ്ങിയത്. അതായിരുന്നു ഫസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഓരോ ഇപ്പൊ ഭയങ്കര ന്യൂ അല്ലേ ഇത്, ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇതിന് സാർ ഉൾപ്പെടുത്താത്ത കുറെ ക്യാരക്ടേഴ്സും സംഭവങ്ങളും സന്ദേശത്തിൽ അങ്ങനെ നമുക്ക് അറിയാവുന്ന കുറെ മൊമെന്റ്സുകൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റി. അടിപൊളി, സൂപ്പർ. എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്റർവ്യൂല് വിനീതേട്ടനും വന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ എന്തായിരുന്നു നിവിൻ പോളിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ കൈക്കോട്ടും കണ്ടിട്ടില്ല, വടക്കൻ സെൽഫി അല്ലേ, വടക്കൻ സെൽഫിയിലെ ഉമേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ അവര് ജീവിച്ച വീടിന്റെ അപ്പുറത്തുണ്ടായിരുന്നു ചെറുക്കനെ നോക്കിയിട്ട് ശരിക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ധ്യാൻ ചേട്ടന്റെ കുറെ ഇതും അതിനകത്ത് ഉണ്ടെന്ന്. അപ്പം ഇനി നമുക്ക് അപ്കമിങ് പ്രോജക്ട്സിലേക്ക് വരാം. ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് നാദ്രയുടെ ജിയോ ബേബി സാറായിട്ടൊരു ഫിലിം അല്ലേ, എന്താണ് സംഭവം? ജിയോ ബേബി സാറിന്റെ പ്രൊഡക്ഷൻ വരുന്ന മൂവിയാണ്. ആശ മാമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആശ പലമ എന്ന മൂവിയുടെ പേര് ഭയങ്കര പലമ മനസ്സ് ഡൈവേഴ്സിറ്റി എല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് ഒരു ക്യാമ്പസ് മൂവി ആട്ടോ. ഇതും ക്യാമ്പസ് ആണ്. പക്ഷെ ഫസ്റ്റ് മൂവി ഇതല്ല, അതത്രേ ഉള്ളൂ. ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റും. ഏയ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് 2016 തൊട്ടിട്ട് ക്യാമ്പസ് ചെയ്യുന്നില്ലേ ആനന്ദം. മാത്രല്ല ഇവര് 5 year LLB അല്ലേ, അപ്പൊ പ്രായപരിധി ഇല്ല ഇതിന്. അതാണ്. അല്ല, അത് വേണമെങ്കിൽ നിങ്ങളെ കണ്ട പ്രായം തോന്നുന്നു എന്നുള്ളൊരു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തമാശ, ഇവര് ജോയിൻ ചെയ്യാൻ വരുമ്പോ ഞാനവിടെ ചെയർമാൻ, അപ്പൊ ഞാൻ സീനിയർ അല്ലേ, ഇവരെക്കാൾ പ്രായമൊന്നും എനിക്കില്ല കേട്ടോ. ആണല്ലേ? പക്ഷെ അത് ആക്ച്വലി ഒരു നല്ല കാര്യല്ലേ? അതെ, നല്ല കാര്യമാണ്. പക്ഷേ അശ്വതി പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ചെയ്ത് മടുക്കുമല്ലോ. ക്യാമ്പസ് മൂവി ആകുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ഓളം ഉണ്ട്, ഫുൾ പിള്ളേരാണ് സെറ്റിൽ ഫുള്ളും എപ്പോഴും. വൈബ് ശരിയാട്ടോ. അത് ഭയങ്കര ഷൂട്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഒരു ക്യാമ്പസിൽ ഷൂട്ട് ചെയ്തത് SGC-ലായിരുന്നു. ഷൗട്ട് ഔട്ട് ടു SGC കാലിക്കറ്റ്. അവര് അടിപൊളി ക്യാമ്പസും നല്ല സ്റ്റുഡൻസും ഭയങ്കര ഒരു രസമുള്ള ഒരു വൈബ് തന്നെയായിരുന്നു. ഗുരുവായൂരപ്പൻ കോളേജ്. ഓ അങ്ങനെയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോളേജാണ്. കുറച്ചുള്ളിലാ അതായത് ഒരു ഹില്ലിന്റെ മുകളിൽ ഒരു കോളേജ്. അടിപൊളി വ്യൂ. അവിടെ ഫാൻ വേണ്ട, വേണ്ട, ഭയങ്കര കാറ്റാണ്. ഞങ്ങൾ ഈ ചില ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങൾ ബിരിയാണി കഴിക്കും. ബിരിയാണി കഴിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പിന്നെ ഇരിക്കാനേ പറ്റില്ല. ബിരിയാണി കഴിച്ചിട്ട് ഉറക്കമുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ കാറ്റും കൂടെ കഴിച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. എന്നിട്ട് ഷൂട്ട് ചെയ്ത് തരത്തില്ലേ സാറേ? ഷൂട്ട് ചെയ്ത് തരത്തില്ല, അല്ല ബിരിയാണി കഴിച്ചിട്ട് ഉറക്കം വരും പറഞ്ഞപ്പോഴേ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഓക്കെ. പക്ഷെ അങ്ങനെ പ്രായം തോന്നാണ് ക്യാമ്പസ് മൂവീസ് ഉണ്ടെങ്കിലും വരുന്ന റോളുകളൊക്കെ വളരെ 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 ഡിഫറെന്റ് ആണ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പം എക്സിറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ, ഫിലിമിന്റെ പോസ്റ്റർ വന്ന് അത് ഭയങ്കര വൈറലായിരിക്കുകയാണ്. സോ ടെൽ us about the film. ഇനിയിപ്പോ അങ്ങ് ബോളിവുഡിൽ വരെ പിടിയായിരിക്കുകയാണ്. കേൾക്കാം കുറച്ച് കാര്യങ്ങള്. അല്ല, എക്സിറ്റ് വെരി എക്സൈറ്റിംഗ്. കാരണം ഒരേ ദിവസമാണ് ഇറങ്ങുന്നത് എക്സിറ്റ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്താണ്, 2 വർഷത്തിന് മുമ്പ് ഷൂട്ട് ചെയ്താണ്. വെരി എക്സൈറ്റിംഗ് പ്രോജക്റ്റ്. ഇതുവരെ ചെയ്യാത്ത, ഇനി അങ്ങനത്തെ ഒരു കഥാപാത്രം ഇനി കിട്ടുമെന്നല്ലോ എനിക്കറിയില്ല. ബിക്കോസ് അത്രയും ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. സോ വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. അത് ഭയങ്കര ഒരു പോളറൈസിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും. ഒന്നില്ലെങ്കിൽ യു ഹേറ്റ് ഇറ്റ് അല്ലെങ്കിൽ യു ലവ് ഇറ്റ്. ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. വെരി വയലന്റ് പേഴ്സൺ. മനുഷ്യന്മാർ തിന്നുന്നതാ റോ മീറ്റ് കയ്യിൽ കഴിച്ചോ അറിയോ? ബീഫിന്റെ റോ മീറ്റ് കഴിച്ചു. മനുഷ്യന്റെ മറ്റേ ഫ്ലഷ് ആയിട്ടൊക്കെ കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ചവച്ച തുപ്പന്റെ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ബിഫോർ ഓർ ആഫ്റ്റർ അനിമേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഫുട്ടേജ് എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങാനുണ്ട്. അടിപൊളിയായിരുന്നു. അവര് ബാക്കി എവരിത്തിങ് എൽസ് ഒരു ഗംഭീര ആക്ടറാണ്, ഗംഭീര ഫിലിം മേക്കറും ആയിരുന്നു എന്നുള്ളത് they will prove with that film for sure. അത് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങേണ്ടതാണ്. ഓക്കെ, അപ്പം a few exciting things are lined up അല്ലേ? ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പം ചേട്ടന്റെ കൂടെ ഒരു ഫിലിമിൽ വർക്ക് ചെയ്തു. ഇനി വർഷങ്ങൾക്ക് ശേഷം ഹോൾ ടീമിന്റെ കൂടെ അനിയന്റെ കൂടെ വരികയാണ്. പറയൂ, എന്താണ് വർഷങ്ങൾക്ക് ശേഷത്തെ പറ്റി സംസാരിക്കാൻ? അതിനുവേണ്ടി തന്നെ സമയം വേറെ ഉണ്ട്. അപ്പൊ തന്നെ പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് ഞങ്ങൾ മൂന്നാറിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. ഞാൻ ബേസിലേട്ടൻ, ധ്യാൻ ചേട്ടൻ. ഓ, നിങ്ങളും മൂന്നാറും മസിനഗുഡി അല്ല, അത് ഊട്ടിയല്ലേ? ഇത് മൂന്നാർ. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിവിൻ ചേട്ടൻ, അജു ചേട്ടൻ, എല്ലാവരുടെയും കൂടെ ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന പോർഷൻസ് മൊത്തം മൂന്നാറാണ്. അപ്പോൾ മൂന്നാറിൽ ഞങ്ങൾ അങ്ങ് ജോളിയായി.
തകർത്ത് വാരി. വാരി. എൻ്റെ അടുത്ത് ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു വണ്ണം കുറച്ചത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, വിനീതേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ അടുത്തൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നോ? ഞങ്ങൾക്ക് വണ്ണം കുറയ്ക്കേണ്ടല്ലോ. അല്ല, വിനീതേട്ടൻ അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഈ വണ്ണത്തിന്റെ കേസ് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള. പക്ഷേ ധ്യാൻ ചേട്ടൻ കണ്ടില്ല അതിനുശേഷം ഷൂട്ട് സമയത്ത് നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇന്റർവ്യൂ ഇല്ലായിരുന്നോ? അവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഭയങ്കരമായിട്ട് മാറി. ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിയും ഭയങ്കര രസമായിരുന്നു. പറയാം, അതിന്റെ പ്രൊമോഷനൊക്കെ വരുമ്പോൾ പറയാം. അടിപൊളി. അപ്പൊ എന്തായാലും നല്ല സെറ്റായിട്ട് മുമ്പോട്ട് പോട്ടെ. ഇപ്പൊ എന്തായാലും LLBക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.